ഹലോ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ക്ലേ ആണ്. ഇതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടോളൂ. അപ്പോൾ ഇതിന് ഇങ്ങനെ തന്നെയാണ് ഞാൻ വെക്കൽ. ആ ഒരു കവറിൽ കിട്ടി ആ തുണി വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ നല്ല പ്രസ് ചെയ്തിട്ടൊന്നും അല്ല കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതുവരെ ഞാൻ വെള്ളമൊന്നും തൊടാതെയാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ മാത്രം ഒന്നും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടണമെന്ന് മാത്രം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലൊന്ന് നനച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതിലെന്തായാലും ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ക്ലേ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ചാടിക്കുരു ഉണ്ടാക്കിയാലോ. ഇപ്പോൾ മഞ്ചാടിക്കുരു ഒന്നും എവിടെ അങ്ങനെ കാണാറൊന്നുമില്ല, എവിടെയും കിട്ടാറുമില്ല, കാണാറുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, വിഷു ഒക്കെ അല്ലേ ഇത്, ഈ വീഡിയോ വിഷുവിൻ്റെയൊക്കെ മുന്നേ ഞാൻ എടുത്തു വെച്ചതാണ്. ചിലപ്പോൾ കണിയൊക്കെ കാണുന്ന സമയത്ത് ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിഷുവിൻ്റെയൊക്കെ മുന്നേ എടുത്താണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കിത് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഈ മഞ്ചാടിക്കുരു ഉണ്ടാക്കണേന്. എൻ്റെ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് വളകാപ്പിൽ കുറച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് മഞ്ചാടിക്കുരും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യണത്. എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇത് പ്രസ് ചെയ്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ബോൾസാക്കി എടുക്കണം. പിന്നെ അത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മഞ്ചാടിക്കുരുവിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിക്കോളും. കണ്ടോ, ഏകദേശം നല്ല ഇങ്ങനെ തന്നെയാണ് മഞ്ചാടിക്കുരുവിൻ്റെ ആ ഒരു ഷേപ്പ് ഉള്ളത്. ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അതേപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മഞ്ചാടിക്കുരു ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ആ ഒരു മഞ്ചാടിക്കുരു ഇതിലുള്ളതെല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കിയൊന്ന് എടുക്കണം. ഇത് ഉണ്ടാക്കാനുള്ളൊരു പണി തന്നെ ഉള്ളൂ. ഈ കുഞ്ഞു ബോൾസൊക്കെ ഒന്ന് ആക്കി എടുക്കാനുള്ളൊരു പണിയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതാണ്. എന്താ പറയുക, ഇതിനു വേണ്ടി കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ചാടിക്കുരു നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ച് തരികയാണ്. പക്ഷെ ഓൾറെഡി ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞു. എന്താ പറഞ്ഞാൽ വിഷു 14-ാം തീയതി ആയിരുന്നു. 15-ാം തീയതിയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വളകാപ്പ്. അപ്പം ഞാൻ 13-ാം തീയതിയൊക്കെ തന്നെ കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. എന്താ പറഞ്ഞാൽ വിഷുവിനും പിന്നെ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കണ്ട് വീണ്ടും ഞാനിത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിക്കണമല്ലോ, അതുകൊണ്ട് വീണ്ടും ഞാൻ എടുത്താണ്. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നമ്മുടെ 2 കൈൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കാണിച്ചതിന്. കണ്ടോ, നേരെ നമുക്ക് ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആക്കി നമുക്കൊന്ന് വെയിലത്തൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. ഇത് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, കുറച്ചൊന്നല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ, ഇതിന് ചുവപ്പ് കളർ പെയിൻറ്റ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം. വെള്ളം യൂസ് ചെയ്യാതെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം യൂസ് ചെയ്ത് അടിച്ചു കൊടുത്താൽ ഇത് വേറൊരു കളറായിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ ഇതിലുള്ള എല്ലാ ആ ഒരു ബോൾസും നമുക്ക് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. ഇത് വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഈ ചായത്തിലൊക്കെ ഈ കുമ്മായം അങ്ങനത്തെ സംഭവത്തിലൊക്കെ മുക്കിയാലും പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആയൊരു കളർ വരില്ല. അപ്പോൾ ഇത് അവിടെ കുറച്ച് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ 2 സാധനങ്ങളുണ്ട്. പക്ഷെ ഞാനെടുത്തത് അതുണ്ടാക്കിയ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ഇതിൽ ഞാൻ മുക്കണത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാർണിഷില്ലേ, ആ വാർണിഷാണ് ഞാനിതിൽ ഡിപ്പ് ചെയ്ത് ഞാൻ എടുക്കുന്നത്. ആ ഒരു ബോട്ടിൽ വാർണിഷ് മേടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് കുറേ സാധനങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാണ് സംഭവം. ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്കൊന്ന് കാണാം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ വാഴൻ്റെ ഇലയിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് എടുക്കുക. കണ്ടോ, ആ ഫുള്ളായിട്ടും സെറ്റായിട്ട് വന്നിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് ആ വാഴൻ്റെ ഇലയിൽ നിന്ന് ഫുള്ളായിട്ടൊന്ന് എല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെച്ചാൽ നമ്മുടെ മഞ്ചാടിക്കുരു ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നരുത്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരു ലോഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയതും ഞാൻ അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ആ കാണുന്ന ഭരണിയും ഈ മഞ്ചാടിക്കുരും ഒക്കെ. എന്താ പറഞ്ഞാൽ ആ ഭരണി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ഇത് മാത്രമല്ല, വേറെ ഞാൻ ഈ ക്ലേ ഉപയോഗിച്ചിട്ട്, ഞാൻ ഉണ്ടാക്കിയ ക്ലേ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ആ ഒരു വാൽക്കണ്ണാടിയും പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് പറയാമെന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കളിമണ്ണ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ ക്ലേ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടി, ഒരു നാച്ചുറൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചേമ്പിൻ്റെ അടിയിലൊക്കെ കൊണ്ട് വെച്ചിട്ട് സീൻ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതേപോലെ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്.